സീറ്റ് വിഭജന ചർച്ചകൾ ഘടകകക്ഷികളുമായൊക്കെയുള്ള സീറ്റ് വിഭജന ചർച്ചകളും UDF തുടരുകയാണ്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾക്കായുള്ള നേതൃയോഗവും ഇന്നിപ്പോൾ മലപ്പുറത്ത് നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി എവിടെ മത്സരിക്കണം എന്നത് സംബന്ധിച്ചും ഇന്ന് തീരുമാനമുണ്ടാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ നടക്കും. കോൺഗ്രസ് ലീഗ് സീറ്റ് ധാരണയിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്തവണ 8 MLA-മാർക്ക് സീറ്റ് ഉണ്ടായേക്കില്ല. മുഹമ്മദ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി. അസ്ലം, ഇന്നിപ്പോൾ പൂർണ്ണമായ തോതിലുള്ള ഒരു പ്രഖ്യാപനം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. ഇന്നത്തെ തീരുമാനങ്ങൾക്കൊക്കെ ശേഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനപ്പുറത്തേക്ക് കോൺഗ്രസും ലീഗുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ അത് ഇന്നലെ അടക്കമുണ്ടായിരുന്നു, ഇന്നും തുടരുമെന്നറിയുന്നു. അത് എവിടെ എത്തി നിൽക്കുന്നു, ഏതൊക്കെ സീറ്റുകളിലാണ് നിലവിൽ തർക്കം തുടരുന്നത്, ഒപ്പം തന്നെ MLA-മാർ മത്സരിക്കുന്നത്, സിറ്റിംഗ് MLA-മാർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ധാരണയിലേക്ക് മുസ്ലിം ലീഗ് എത്തിച്ചേർന്നിട്ടുണ്ട്? ജിൽസി ഓരോന്നായി പ്രത്യേകിച്ച് പറയാം. കോൺഗ്രസും ലീഗും തമ്മിലുള്ള സീറ്റ് ധാരണകൾ ഇന്നലെ തന്നെ പൂർത്തിയായിരുന്നു. അത് തിരുവമ്പാടിയും പട്ടാമ്പിയും വെച്ച് മാറില്ല. അതായത് തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗും പട്ടാമ്പിയിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കും. മാറുന്ന സീറ്റുകൾ ഇവയാണ്. ഒന്ന്, കോങ്ങാട് കോൺഗ്രസ് മത്സരിക്കുകയും പകരം ചേലക്കര, തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര മുസ്ലിം ലീഗിന് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് പുല്ലൂർ കോൺഗ്രസ് മത്സരിക്കുകയും ചടയമംഗലത്ത് ലീഗ് മത്സരിക്കുകയും ചെയ്യും. ഈ രണ്ട് സീറ്റുകൾ 4 സീറ്റുകൾ തമ്മിൽ മാത്രമാണ് ശരിക്കും മാറ്റങ്ങളുള്ളത്. അത് ക്ലോസ് ചെയ്തു. അതിനനുസരിച്ചുള്ള മറ്റ് നടപടികളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ MLA-മാർ ആരൊക്കെ മാറി നിൽക്കുന്നു. നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മൾ കേട്ടത് മഞ്ചേരി, വള്ളിക്കുന്ന്, അതോടൊപ്പം തന്നെ തിരൂരങ്ങാടി തുടങ്ങിയ അല്ലെങ്കിൽ കാസർഗോഡ് തുടങ്ങിയ 5 മണ്ഡലങ്ങളിലെ MLA-മാർ മാറുന്നത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതിനപ്പുറത്തേക്ക് ചില പേരുകൾ കൂടി ശബ്ദ സംവിധാനത്തിൽ ചില തകരാറുകളുണ്ട്. അസ്ലാം, ഞാൻ തിരിച്ചെത്താം. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾ കൂടി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അസ്ലമിലേക്ക് തന്നെ തിരിച്ചു പോകാം. അസ്ലം, തുടർന്നോളൂ. ഈ മൂന്ന് MLA-മാർ കൂടി, കൊണ്ടോട്ടി, അതോടൊപ്പം തന്നെ കോട്ടക്കൽ, അതുപോലെ മംഗള തുടങ്ങിയ 3 MLA-മാർ കൂടി ഒരുപക്ഷെ ഒരിക്കൽ അവർ മണ്ഡലം മാറുകയോ അല്ലെങ്കിൽ അവർക്ക് ഇത്തവണ അവസരം ലഭിക്കാതിരിക്കുകയോ ചെയ്യും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിയത് ഒരു 12 സീറ്റുകളാണ് അന്തിമ ധാരണയിലേക്ക് എത്തിയത്. ഒന്ന് വായിക്കാവുന്ന മഞ്ചേശ്വരത്ത് AK അഷ്റഫ്, മറ്റു വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. കാസർഗോഡ് KM ഷാജി തന്നെയായിരിക്കും. അഴീക്കോട് കരീം ചേലേരിയാണ്. കുറ്റാടി പാറക്കൽ അബ്ദുള്ള, പേരാമ്പ്ര TT ഇസ്മായിൽ, കോഴിക്കോട് സൗത്ത് MK മുനീർ, പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം, ഏറനാട് PK ബഷീർ, തിരൂർ കുറുക്കോളി മൊയ്തീൻ, മണ്ണാർക്കാട് N ഷംസുദ്ദീൻ, ഗുരുവായൂർ CH റഷീദ്, കളമശ്ശേരി V അബ്ദുൽ ഗഫീർ ആണ് ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിയത്. PK കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ ഏത് മണ്ഡലമാണ് അദ്ദേഹം വേങ്ങരയിൽ മത്സരിക്കുമോ അതോ അദ്ദേഹത്തിന് ആദ്യം മത്സരിച്ച മലപ്പുറത്തേക്ക് മാറുമോ എന്ന കാര്യം മാത്രമാണ് അതിലൊരു തീരുമാനം എടുക്കേണ്ടത്. ഒരു ഇന്നത്തെ യോഗത്തിൽ അദ്ദേഹം തീരുമാനം അറിയിച്ചാൽ അതിൽ വ്യത്യാസം ഉണ്ടാവില്ല. അതിനനുസരിച്ചായിരിക്കും PMS സലാമിന്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാവുക. അദ്ദേഹം PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറുകയാണെങ്കിൽ അദ്ദേഹം വേങ്ങരയിൽ മത്സരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം മലപ്പുറത്തായിരിക്കും മത്സരിക്കുക. ഒരുപക്ഷെ തിരുവനങ്ങാടി കൂടി അദ്ദേഹത്തിന്റെ പേര് ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി ഒരുപക്ഷെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തുടർന്നുകൊണ്ട് പിന്നെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനാണ് പാർട്ടി നിയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയായിരിക്കും. എന്തായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകേണ്ടി വരും. മറ്റ് തീരുമാനമാകേണ്ടത് കൂത്തുപറമ്പിൽ ആണ്. ജയന്തി രാജന്റെ പേരാണ് പ്രധാനമായിട്ടുള്ള വനിതാ സ്ഥാനാർത്ഥി അവിടെയായിരിക്കും. അത് ഫാത്തിമ തൈലി ആണോ എന്ന കാര്യം കൂടി തീരുമാനം വെക്കേണ്ടത്. കൊടുവള്ളിയിൽ PK ഫിറോസിന്റെ പേരും MA റസാഖ് മാസ്റ്ററുടെ പേരുമുണ്ട്. കുന്നമംഗലത്താണെങ്കിൽ PK ഫിറോസിന്റെയും PK ഷറഫുദ്ദീന്റെയും പേരുണ്ട്. മഞ്ചേരിയിൽ പിന്നെ അഷ്റഫിന്റെ പേരും M റഹ്മത്തുള്ള പേരുമുണ്ട്. അതോടൊപ്പം തന്നെ കൊണ്ടോട്ടിയിൽ PMA സമീറിന്റെ പേരുണ്ട്. താനൂരിലാണെങ്കിൽ ഫൈസൽ ബാബുവിന്റെ പേരുണ്ട്. തിരുവങ്ങാടിയിൽ താനൂരിൽ PK നവാസിന്റെ പേരുണ്ട്. തിരുവങ്ങാടിയിൽ ഫൈസൽ ബാബുവിന്റെ പേരുണ്ട്. തുടങ്ങി അങ്ങനെ ഏറെക്കുറെ കുറച്ച് സീറ്റുകൾ, ഒരു 12ഓളം സീറ്റുകളിൽ ഫൈനലാവുകയും അതോടൊപ്പം തന്നെ ഒരു 15ഓളം സീറ്റുകളിൽ തീരുമാനമാകേണ്ടതുണ്ട്. തിരുവമ്പാടി എന്തായാലും CK കാസിം എന്ന കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. ലീഗ് തന്നെ മത്സരിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ CK കാസിം തന്നെ അവിടെ മത്സരിക്കുമെന്ന് അറിയിക്കും. എന്തായാലും ഇന്നത്തോടുകൂടി അന്തിമ ധാരണയാകും. നാളെ ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന അപ്ഡേറ്റ്.